ഹായ്, SL ടോക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെ റിലേഷൻഷിപ്പിലും പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. ഇത്തരത്തിലുള്ള പ്രോബ്ലംസ്, അതായത് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരുപാട് പേര് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളതായിരിക്കും. അതായത് സാധാരണ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ ഇത് അറിയുന്നുണ്ടെങ്കിലും ചെയ്യാത്ത കുറേ പേരുണ്ട്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഈ പറയുന്ന രീതി നിങ്ങളൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്കത് സോൾവ് ആവുന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യേണ്ടതാണ്. അത് എത്ര കാലം നീണ്ടുപോകുന്നു അത്രയും നമുക്ക് അതിൻ്റെ ആ ഒരു കാഠിന്യം കൂടി വരികയാണ് ചെയ്യുക. സോ പെട്ടെന്ന് ഈസി ആയിട്ട് അത് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സ് സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യങ്ങൾ, അതായത് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇത് മുഴുവനായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളൊരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുക. ഇതൊരു ഇഷ്യൂ ആണെന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ചിലരുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് അത്ര വലിയ കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് വിടുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നുന്ന കാര്യമായിരിക്കാം നമ്മുടെ പാർട്ട്ണർക്ക് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കാം, അവരത് ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഇതൊരു പ്രശ്നമാണ്, ഇത് പരിഹരിക്കേണ്ടതാണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ കാരണം കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നിട്ടുള്ളത് എന്നുള്ളതിന്റെ ആ കാരണം, മൂല കാരണം കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക, അവരുടെ ഭാഗത്തുള്ളതാണെങ്കിൽ അങ്ങനെ. അപ്പോൾ രണ്ടുപേരും കൂടിയിരുന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾ സ്വയം കണ്ടെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഓക്കെ. കാരണം ചിലപ്പോൾ രണ്ടുപേരും ഒരുമിച്ചിരുന്നിട്ട് നീ കാരണമാണ് സംഭവിച്ചത് അല്ലെങ്കിൽ ഞാൻ കാരണമാണെന്നൊക്കെ പറയുന്ന സമയത്ത് ചിലപ്പോൾ വഴക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ അത് പുതിയൊരു വഴക്കിലേക്ക് തുടക്കം കുറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സ്വയം നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക, എന്താണ് ഇതിന് കാരണം, ഇങ്ങനൊരു വഴക്ക് ഉണ്ടാവാനായിട്ട് എന്താണ് കാരണം എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പരിഹാരം കണ്ടെത്തുകയാണ്. ഇവിടെ നിങ്ങൾ ഈ ഒരു ആശയവിനിമയം എന്ന് പറയുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് രണ്ടുപേരും കൂടി ഇരുന്നോട് തന്നെ ആലോചിക്കുക, എങ്ങനെ ചെയ്താലാണ് നമുക്കിത് പരിഹരിക്കാൻ പറ്റുക. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരു ഓപ്പൺ കോൺവെർസേഷൻ നടത്തുക. അതായത് ഈ ഒരു കാരണം കൊണ്ടാണ് നമുക്കിടയിൽ പ്രശ്നം വന്നിട്ടുള്ളത്. സോ ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടാവാതിരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഇതിങ്ങനെ ഓക്കെ ആയി പൊക്കോളും എന്നുള്ള രീതിയിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക എന്നുള്ളതാണ്. ഇവിടെയും എനിക്ക് പറയാനുള്ളത്, ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ഇതിലേക്ക് കൊണ്ടുവന്നാലോ അല്ലെങ്കിൽ അവരോട് സംസാരിച്ച് കഴിഞ്ഞാലോ അവർക്ക് ദേഷ്യം വരും, അല്ലെങ്കിൽ അവർ വളരെ മോശമായ രീതിയിലാണ് ബിഹേവ് ചെയ്യുക എന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ അവരുമായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. അതായത് ഈ ഒരു ടൈമിൽ നിങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളതിന്റെ കാരണം നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു, ദെൻ നിങ്ങൾ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക. എങ്ങനെ ചെയ്താലാണ് ഇത് സോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടെത്തുക. ഇനി നാലാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തേ പറ്റൂ. അതായത് എൻ്റെ ഭാഗത്താണ് ഇതിന്റെ മിസ്റ്റേക്ക് എന്നുള്ളത് നിങ്ങൾ പറയാം. ഇനിയിപ്പോൾ അവരുടെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അവരോട് ഓപ്പൺ ആയിട്ട് പറയാം. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പറയുന്നത് കുറച്ച് ഹാഷായ രീതിയിലായിരിക്കും, ചിലപ്പോൾ അവർക്ക് കേൾക്കുമ്പോൾ ഹേർട്ട് ചെയ്തു എന്ന് വരാം. അപ്പം അങ്ങനെയൊന്നും പറയാതെ ഇതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത്, അപ്പം നീ ഇങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാമെന്നുള്ളതാണ്. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഇനിയിപ്പോൾ അങ്ങനെയല്ല, ഈ റിലേഷൻഷിപ്പ് തന്നെ നിങ്ങൾക്ക് വേണം, അതുകൊണ്ട് ഇനിയിപ്പോൾ തെറ്റ ആളുടെ ഭാഗത്താണെങ്കിലും ഞാൻ ഏറ്റെടുത്താലും എനിക്ക് പ്രശ്നമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം ആ കുറ്റം ഏറ്റെടുക്കാം എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് അങ്ങോട്ട് ചെന്നിട്ട് ഇത് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. സോറി, ഞാൻ ഇങ്ങനെ ചെയ്യില്ല, തെറ്റ് എൻ്റെ ഭാഗത്താണെന്നുള്ളത് എനിക്ക് അറിയില്ല, പക്ഷേ ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഇനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിൽ വരാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാം. നിങ്ങളുടെ ഭാഗത്തല്ല മിസ്റ്റേക്ക് എന്നുണ്ടെങ്കിലും ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളത്. പക്ഷെ ഇത് എപ്പോഴും ചെയ്യണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. 1-2 പ്രാവശ്യം നമുക്ക് ആ റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടി ചെയ്യാം, കൂടുതൽ പ്രാവശ്യം ചെയ്യരുത്. കാരണം നിങ്ങൾ 1-2 പ്രാവശ്യം ചെയ്ത് പിന്നെയും ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവരത് അംഗീകരിക്കും, എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നിങ്ങൾ തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ഏറ്റെടുക്കാനുള്ള സാധ്യത കുറയുകയാണ് ചെയ്യുന്നത്. അതായത് അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാനുള്ള സാധ്യത കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുതൽ പ്രാവശ്യം നിങ്ങൾ
നിങ്ങളുടെ ഭാഗത്തല്ല തെറ്റ് എന്നുണ്ടെങ്കിൽ ഏറ്റെടുക്കാൻ നിൽക്കരുത്. 1-2 പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ബന്ധം നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം. ഇനി ഏറ്റവും ലാസ്റ്റ് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ഷമാപണമാണ്. അതായത് സോറി പറയാന്നുള്ളത്. ഈ സോറി പറയുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിലുള്ള എല്ലാ ദേഷ്യങ്ങളും പോയിരിക്കണം. ആ രീതിയിലായിരിക്കണം നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾക്കറിയാം അവരെ എങ്ങനെയാണ് കൺവിൻസ് ചെയ്യേണ്ടത്, അവരോട് എങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാലാണ് അവർ ഓക്കെ ആവുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ചിലർക്ക് എന്ന് പറയുമ്പോൾ പോയിട്ട് സോറി പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആവും. ചിലർക്ക് എന്ന് പറയുമ്പോൾ കുറച്ചിങ്ങനെ വലിച്ചു നീട്ടിയൊക്കെ പറയേണ്ടി വരും. ഞാൻ അങ്ങനെ ചെയ്ത് സോറി മോശമായി പോയെന്ന് എനിക്കറിയാം, എനിക്ക് വിഷമമായി എന്ന് എനിക്കറിയാം, ഈ രീതിയിലൊക്കെ പറയേണ്ടി വരും. ചിലർക്ക് എന്ന് പറയുമ്പോൾ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അപ്പോൾ നീ ഇങ്ങനെ തെറ്റിയിരുന്നു ഞാൻ എനിക്ക് സഹിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ പറയേണ്ടതായിരിക്കും. ചിലർക്ക് എന്ന് പറയുമ്പോൾ അടുത്തിരുന്നൊരു കൈക്കൊന്ന് ഹോൾഡ് ചെയ്ത് ജസ്റ്റ് ഹഗ് ചെയ്ത് പറയണം, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടായിരിക്കും. സോ ഓരോരുത്തർക്കും ഓരോ ടൈപ്പിലായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം അറിയുണ്ടാവുമല്ലോ നിങ്ങളുടെ പാർട്ട്ണർ ഏത് രീതിയിലുള്ള ആളാണെന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ അവരോട് ചെന്ന് സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ ക്ഷമാപണം പറയാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം ഇല്ലാതാകും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, വീണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ചിലരുണ്ട് ഈ ഒരു കാര്യം പറഞ്ഞ് എല്ലാം സോൾവ് ആയി കഴിഞ്ഞാൽ വീണ്ടും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് വലിയൊരു ഇഷ്യൂ ആക്കി എടുക്കുന്നവർ. കാരണം അവർ വിചാരിക്കും ആ മുന്നേ സോൾവ് ആയ അതേപോലെ തന്നെ ഇപ്പോഴും സോൾവ് ആക്കാം എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ സോൾവ് ആവണം എന്നില്ല. നമ്മൾ ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്തെന്നുകൊണ്ട് 2ാം പ്രാവശ്യം അങ്ങനെ ചെയ്യുമ്പോൾ അതേ റിസൾട്ട് നമുക്ക് കിട്ടണം എന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കുറയ്ക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നേരെ പോകുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. എത്രത്തോളം പരസ്പരമുള്ള വഴക്കും കുറ്റപ്പെടുത്തലും കാര്യങ്ങളൊക്കെ കുറയുന്നു അത്രത്തോളം നന്നായിട്ട് നിങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകും. എത്രത്തോളം ഈ പറയുന്ന പോലെ വഴക്കും കാര്യങ്ങളും കൂടുന്നു അത്രയും മോശമായ രീതിയിലും നിങ്ങളുടെ ബന്ധം പോകാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഈ പറയുന്ന വഴക്കുകൾക്ക് ചെറിയ രീതിയിലൊക്കെ സ്നേഹം കൂട്ടാനും കുറയ്ക്കാനുമുള്ള കഴിവുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പെരുമാറുക. അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധം നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാനും പറ്റുന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുണ്ടായിരുന്നത്. പറഞ്ഞതെല്ലാം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഒരു യൂസ്ഫുൾ വീഡിയോ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നി എന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ഈ പറയുന്ന പോലെ ഈ കാര്യങ്ങളൊക്കെ അറിയാത്ത കുറച്ച് പേര് നിങ്ങൾക്കിടയിൽ ഉണ്ടാവും. നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയിലുള്ള ആളുകളോ അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊന്ന് കാണാനായിട്ട് പറയാം. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് കാണാൻ ശ്രമിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിലാണ് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് നോട്ടിഫിക്കേഷൻ ആയിട്ട് നമ്മുടെ വീഡിയോ ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.